ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് കേസ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ. പിന്നെ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു സ്ഥലത്തോട്ട് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നു. സ്ഥലമെന്ന് പറയുമ്പം എൻ്റെ ജന്മനാട്ടിലേക്ക് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇന്നലെ പെരുന്നാളായിട്ട് ഞാൻ മോൻ്റെ അടുത്ത് പോകാമെന്ന് പറഞ്ഞപ്പം അവൻ വീട്ടിൽ പോയി മാമിയുടെ അവിടെ പോയിട്ട് വന്ന് 3 മണിയായപ്പോൾ പിന്നെ തിരിച്ച് കടയിൽ പോയി. രാവിലെ വന്ന് കടയിൽ പോയി 10 മണിക്ക് പോയി ഷോപ്പ് തുറന്നിട്ട് പിന്നും വന്ന് 11 മണിയായപ്പോൾ പിന്നും കടയിൽ പോയിട്ട് പിന്നെ 2 മണിയായപ്പോൾ വന്നിട്ട് പിന്നെ ഇങ്ങ് വന്ന് നമ്മൾ 3 മണിയായപ്പോൾ ഇങ്ങ് വീട്ടിൽ വന്ന് എന്നിട്ട് എൻ്റെ പറഞ്ഞു വൈകിട്ട് 9 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ വന്നപ്പോൾ രാത്രി 11 മണിയായി. അങ്ങനെ പോകാൻ പറ്റിയില്ല. അപ്പം ഇന്ന് രാവിലെ താത്ത വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ കുർബാൻ വെട്ടിയത് അമ്മക്കുള്ള പങ്കൊക്കെ അവിടെ ഇരിക്കുന്നു, വരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ അവൻ്റെ ചോദിക്കട്ടെ. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു പോവാം അമ്മ. 10:30 ആയപ്പോൾ അവൻ വന്നു. അങ്ങനെ എന്നാൽ പോയിട്ട് വരാമെന്നും പറഞ്ഞ് രാവിലെ ഇവിടെ ഫുഡൊന്നും ഉണ്ടാക്കിയില്ല. രാവിലെ ഉച്ചക്കത്തുള്ള ഒന്നും നമ്മൾ ഉണ്ടാക്കിയില്ല. അപ്പോൾ താത്ത അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ പോയി വഴിയിലിറങ്ങി ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് അതിൻ്റെ വീഡിയോയൊന്നും ഞാൻ എടുത്തില്ല. പോയിട്ട് നമ്മളവിടെ 11:30 ആയപ്പോൾ എത്തി. താത്ത വീട്ടിൽ വന്ന് ഇവിടെ താത്തായും പിന്നെ താത്തയുടെ മരുമോളും 2 മക്കളും മോൻ റിയാദിലാണ്. മോൻ വന്നിട്ടിപ്പോൾ പോയിട്ട് 2 മാസമേ ആയുള്ളൂ. പിന്നെ അച്ഛയില്ല, താത്തയുടെ ഭർത്താവില്ല. നമ്മളെയൊക്കെ വിട്ടു പോയിട്ട് ഇപ്പോൾ 2-3 വർഷമാവും, 3 വർഷത്തോളം ആകും. അപ്പോൾ താത്താക്ക് ഇവിടെ അങ്ങ് മോളെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പം മരുമോൾ ഇന്നലെ പെരുന്നാളായതുകൊണ്ട് അങ്ങ് പോയി. അപ്പോൾ താത്ത മോളവിടെ പോയി കിടക്കും, ഇവിടെ ആരും ഇല്ലെങ്കിൽ. നമ്മളിവിടെ വന്നു. താത്ത ഇവിടെ മട്ടൻ ബിരിയാണിയൊക്കെ വെച്ച് പിന്നെ താത്ത എനിക്ക് വേണ്ടി ചിക്കൻ കറി വെച്ച്, ബീഫ് കഴിച്ചു വിടാത്തതുകൊണ്ട് എനിക്ക് ചിക്കൻ കറി വെച്ച്, പിന്നെ ബീഫൊക്കെ താത്ത ഇവിടെ നല്ലതുപോലെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. അത് താത്താക്കൊന്നും പ്രശ്നമില്ല. അങ്ങനെ താത്താക്ക് 2 പശുവുണ്ട്. അവൾക്ക് ചുമ്മാ ഇരിക്കുന്നതൊന്നും ഇഷ്ടമല്ല. മക്കൾ പറഞ്ഞാലും താത്താക്ക് സമയം പോകാത്തത് കൊണ്ട് അവൾ പശുവിൻ്റെ കാര്യമായിട്ടൊക്കെ അങ്ങ് പോകും. രാവിലെയൊക്കെ ജോലി ഒതുങ്ങുന്നതല്ലേ, ഇപ്പം സമയം പോകില്ല. അതുകൊണ്ട് അവൾ പശുവിൻ്റെ കാര്യമൊക്കെ നോക്കും. പിന്നെ നമ്മൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളങ്ങ് പോവും. പിന്നെ താത്ത പശുവിനെ നോക്കാനായിട്ട് അങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ ഞാനും ഇന്ന് വെളിയിലോട്ട് ഇറങ്ങി. അപ്പോൾ താത്തയുടെ ഇപ്പുറം സൈഡെല്ലാം വയലാണ്, വയലും തോടും ഒക്കെയാണ് അപ്പുറത്തോട്ടൊക്കെ. അപ്പം മക്കളൊന്നും ഇല്ലാത്തത് കൊണ്ട് വീടിറങ്ങി കിടക്കുന്നു. പിന്നെ താത്ത ഇങ്ങനെ ഇറങ്ങിക്കൊണ്ട് ഞാനും ഇങ്ങോട്ട് ഇറങ്ങി. ഈ കാണുന്നതെല്ലാം അവർക്കുള്ള പെരയിടങ്ങളാണ്, റബ്ബറും പെരയിടവും ഒക്കെയാണ്. താത്ത പശുവിനെ നോക്കാനായിട്ട് ഇറങ്ങി. ഞാൻ വിചാരിച്ചു ഇവിടുത്തെ കാഴ്ചകളും കൂടെയൊക്കെ വീഡിയോ എടുക്കാമെന്ന്. അങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങിയാണ്. ഈ കാണുന്നതെല്ലാം അവർക്കുള്ള പെരയിടം തന്നെയാണ്. ഇവിടെയൊക്കെ മൊത്തം വയലും റബ്ബർ പെരയിടവും. ബാക്കിലോട്ടൊക്കെ ഒരുപാട് വീടുകളുണ്ട്, അങ്ങോട്ടൊക്കെ വീടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് അവർക്ക് അവിടെ ഒരു കിണർ ഉണ്ട്. പിന്നെ വെള്ളമില്ലെങ്കിൽ തുണി കഴുകാനായിട്ടൊക്കെ ഉള്ള കല്ലെല്ലാം കെട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വെള്ളമൊക്കെ ഇപ്പോൾ അവർക്ക് അവിടെ താമസിക്കുന്നിടത്ത് അവിടെ വെള്ളമുണ്ട്. എന്നാലും ഇവിടെ മച്ചമുള്ള സമയത്ത് കിണർ വെട്ടിയിട്ടാണ് താത്ത നിൽക്കുന്നു പശുവിനെ നോക്കാനായിട്ട്. ഈ താത്ത നിൽക്കുന്ന ഈ പെരയിടം പണ്ട് നമ്മൾ താമസിച്ചിരുന്ന പെരയിടമാണ്. പണ്ടത്തെ നമ്മളെ വീടുള്ള പെരയിടമായിരുന്നു. അപ്പോൾ വീടൊന്നുമില്ല, എല്ലാവരും ഇടിച്ചൊക്കെ നിരത്തി കളഞ്ഞു. താത്ത പശുവിനെയൊക്കെ ഒത്തുകൊണ്ട് വന്നു. അപ്പോൾ ഞാൻ പിന്നും തടത്തിലോട്ട് അങ്ങോട്ട് ദൂരോട്ട് പോയി കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിക്കാമെന്നും പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ട് പോയത്. കരിവേപ്പില ഒരുപാട് നിൽപ്പുണ്ട് അവിടെ. പിന്നെ നിൽപ്പുണ്ട് താത്താക്കുള്ള ഒരു പശു കൂടെ നിൽപ്പുണ്ട്.
മോള് ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. താത്താക്ക് ഒരു മോളും ഒരു മോനുമാണുള്ളത്. മൂത്തത് മോള്, രണ്ടാമത്തത് മോൻ. മോൾക്ക് 2 മക്കളാണ്, ഒരാണും ഒരു പെണ്ണും. അവർ കുറച്ച് ഇങ്ങോട്ട് കയറി പോകുന്ന അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടൂടെ പോയിട്ട് ഇവന് 3 മണിയൊക്കെ ആകുമ്പോൾ കടയിൽ വരണം, ഷോപ്പിൽ വേറെ ആരുമില്ലെന്ന് പറയുന്നത് കേട്ട്. അപ്പോൾ താത്ത ഇവന് ചിക്കനല്ല മട്ടൻ ബിരിയാണിയൊക്കെ വെച്ചിരുന്നു. താത്ത മട്ടൻ ബിരിയാണി എല്ലാം റെഡിയാക്കി വെച്ചപ്പോൾ അവന് വേണ്ട വെള്ളച്ചോറ് മതി, അവന് അതിൽ എണ്ണയാണ്, അതാണ് ഇതാണെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ താത്ത ബീഫൊക്കെ എല്ലാം ഫ്രൈ ആക്കിയൊക്കെ വെച്ചിരുന്നു. പിന്നെ അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ടൊക്കെ എടുത്ത് ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മളവിടെ നിന്ന് ഒരു 3 മണിയൊക്കെ ആയപ്പം നമ്മളിങ്ങ് മോളെ വീട്ടിൽ വന്ന്. എന്നിട്ട് നമ്മൾ 3:30 ആയപ്പം അവിടെ നിന്ന് തിരിച്ച് അവന് കടയിൽ ഷോപ്പിൽ ആരും ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് എനിക്കിന്ന് അയൽക്കൂട്ടം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അയൽക്കൂട്ടത്തിറങ്ങി. ഇത് മോളെ വീടാണ്. അവിടെ വന്ന് മോൾക്ക് ചമ്മലാണ് വീഡിയോയിലൊക്കെ നിൽക്കാൻ. മോനാണ് മോൾക്കുള്ള ഇളയ മോൻ. പിന്നെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. അസ്സലാമു അലൈക്കും.